Hey guys, welcome back to the channel. നിങ്ങൾ പുതുതായി ഫ്രീലാൻസിംഗിലേക്ക് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലയൻസിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മിക്കവാറും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന 5 പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്ലയൻസിനെ ലാൻഡ് ചെയ്യാൻ സാധിക്കും. സോ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെസ്സേജ് ക്രിയേറ്റേഴ്സ് ആൻഡ് ബിസിനസ്സസ് ഓൺ ഇൻസ്റ്റഗ്രാം. ആയിരക്കണക്കിന് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ബിസിനസ്സസിനൊക്കെ നിങ്ങളുടെ സർവീസസ് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ അവർക്കറിയില്ല നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പോലും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചുമ്മാ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ തന്നെ ചെറിയ ബിസിനസ്സസ്, നിങ്ങളുടെ സർവീസസ് ആവശ്യമാണെന്ന് തോന്നുന്ന ആളുകൾക്ക് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എന്താണ് സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഒരു മെസ്സേജ് അയയ്ക്കുക എന്നുള്ളതാണ്. ഒരു സിമ്പിളായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു DM ജസ്റ്റ് അയച്ചാൽ മാത്രം മതി. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾ കറൻ്റ്ലി സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെയിലി ഇതുപോലെ ഒരു 20 DMs എങ്കിലും സെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യൂസ് ഫ്രീലാൻസ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഫൈവർ ആൻഡ് അപ്വർക്ക്. ഏതൊരു ക്ലയൻറ്റും അവർക്കൊരു ഫ്രീലാൻസ് വീഡിയോ എഡിറ്ററിനൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം പോകുന്നത് ഫൈവർ, അപ്വർക്ക് പോലുള്ള ഫ്രീലാൻസ് പ്ലാറ്റ്ഫോംസിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ ബെസ്റ്റ് വർക്ക്സ് ഒക്കെ ഷോക്കേസ് ചെയ്തുകൊണ്ട് ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫൈല് ഇതുപോലത്തെ ഫ്രീലാൻസ് പ്ലാറ്റ്ഫോംസിൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ശേഷം ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നല്ല നല്ല റിവ്യൂസ് നിങ്ങളുടെ ക്ലയൻസിൽ നിന്ന് ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് ക്രിയേറ്റ് കോണ്ടന്റ് ദാറ്റ് അട്രാക്ട്സ് ക്ലയൻസ്. ക്ലയൻസിൻ്റെ അടുത്ത് ചേസ് ചെയ്ത് പോകുന്നതിന് പകരം അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഈ വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് നിങ്ങൾ ഷെയർ ചെയ്തതിന് ശേഷം അവസാനം ഒരു കോൾ ടു ആക്ഷൻ വെച്ച് എൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമ്പിളായിട്ട് DM me if you need help with video editing. നിങ്ങളിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വീക്ക്ലി ഒരു 3 to 5 പോസ്റ്റെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമത്തേന്ന് പറയുന്നത് കൊളാബറേറ്റ് വിത്ത് അതർ ഫ്രീലാൻസേഴ്സ് ആൻഡ് ഏജൻസീസ്. നിങ്ങളുടെ നീഷിൽ വർക്ക് ചെയ്യുന്ന ഫ്രീലാൻസേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ നീഷിൽ വർക്ക് ചെയ്യുന്ന ഏജൻസീസുമായിട്ടൊക്കെ നിങ്ങൾ കൊളാബറേറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് തന്നേക്കാം. നിങ്ങൾക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് അടിപൊളി ഒരു മെത്തേഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഏജൻസീസ്, ചെറിയ ചെറിയ ഫ്രീലാൻസേഴ്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഹെൽപ്പ് പുറത്തുനിന്ന് ആവശ്യം വന്നേക്കാം. സോ നിങ്ങൾക്കായിരിക്കും അവർ റീച്ച് ഔട്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ സർവീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഏതൊരാളായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയാണെങ്കിലും അത് വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് ക്ലയൻസ് അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ പറഞ്ഞ 4 കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന 4 കാര്യങ്ങളാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. സോ ഇതുപോലത്തെ ഫ്രീലാൻസ് മണി മേക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.